അല്ല നമുക്ക് രാവിലെ പോണമെന്നുണ്ടോ? എന്ത് നിനക്ക് പറ്റൂലേ? അല്ല പറ്റൂലെങ്കിൽ നിർബന്ധമില്ല. പിന്നെ വരണ്ടേ? വരണ്ടാടക്കാൻ എന്തൊരു പാടെ ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. ഞാൻ ഓർക്കണത് ഈ നമുക്ക് തലേ ദിവസം അങ്ങ് പോവായിരുന്നു. ഇന്ന് പോയിരുന്നെങ്കിൽ അവിടെ പോയി റൂം എടുത്തിട്ട് കിടന്ന് നല്ല സുഖമായിട്ട് നാളെ രാവിലെ ഒരുങ്ങി വൃത്തിയായിട്ട് അമ്മാവനെ കൊണ്ടാണ് ഈ തലവേദന. ഒരൈഡിയ ആയിട്ട് വരും. ഇതിപ്പോ 3 മണി അല്ല 5 മണിക്കല്ലേ? എത്ര മണിക്കാ? 5 മണിക്ക് ഇറങ്ങണോന്നാ പറഞ്ഞത്. 5 മണിക്ക് ഇറങ്ങണമെങ്കിൽ എത്ര മണിക്ക് എഴുന്നേക്കണം? 3 മണിക്കും കൂടെ എഴുന്നേക്കണം. എനിക്ക് 3 മണിക്ക് എഴുന്നേറ്റാലും പോരാ. കൊച്ചും പിച്ചൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ റെഡിയാക്കി ഞാൻ എപ്പോ പോവാനാണോ എന്തോ. എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി അതും കഴിച്ചിട്ട് 5:30. പിന്നെ കാപ്പിയല്ല ഉച്ചക്ക് ചോറും കൊണ്ടിട്ട് ഇറങ്ങാൻ ഞാൻ പിന്നല്ല ഞാൻ പൊതി കെട്ടാൻ പോവാ. കടയിൽ നിന്നൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ കഴിക്കണ്ട. അവിടെ ഉണ്ട് അല്ല പേൻ എന്റെ തലയിൽ താരനാട്ടാ. നാരങ്ങ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് തലയിൽ താരം. എന്തോ ഒരു വിഷമം പോലെ. മുഖത്ത് ഭയങ്കര സങ്കടമല്ല. എന്ത് പറ്റി? നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചപ്പോഴത്തേന് അവൾ വരാൻ വയ്യെന്ന്. പോയിട്ട് 3 ദിവസമായി. അതെങ്ങനെയാ ഉടനെ വന്നത്? അച്ഛന് സുഖമില്ലാതെ പോയതല്ലേ? അയ്യോ അയാളുടെ അസുഖമൊക്കെ പറഞ്ഞു. അയാൾ പയറുപോലെ ഓടി കിടക്കുവാന്ന്. ആ ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ പറയൂ പഴനിക്ക് പോവാന്ന്. ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറയില്ല, എന്നോടും പറഞ്ഞില്ല. ഞാനങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പഴനിക്ക് പോവാന്ന് പറഞ്ഞത്. എന്ത് മര്യാദ? അല്ലെങ്കിലും അവക്കും അവിടെ വീട്ടുകാർക്കും പണ്ട് മുതലേ എന്നോട് പുച്ഛവാ. നമ്മള് സമ്പന്നനല്ലല്ലോ. സത്യം പറഞ്ഞ ഒരു കലാകാരനായി പോയതാണ് കുഴപ്പം. കലാകാരന് ഇരട്ട സഹോദരങ്ങൾ ഒരാളാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ തമ്പാനൊരു തമ്പിക്ക് ഒരു കാലം വരും. ഈ തമ്പി വല്ല സിനിമയിലോ ജോളിവുഡിലോ ബോളിവുഡിലോ ഹോളിവുഡിലോ കയറി വലിയ ആളാകുമ്പം എനിക്ക് വേണ്ടി വാഹനങ്ങൾ നിരനിരയായിട്ട് ഈ വഴി വന്ന് കിടക്കും എന്നെ കൊണ്ടുപോകാൻ. എൻ്റെ കാരവാനുണ്ടല്ലോ, കാരവാൻ ഈ വഴി കിടക്കും. താഴോട്ടേക്ക് വരാൻ പറ്റത്തില്ല കാരവാൻ. അന്ന് ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും സുന്ദരികൾ വന്ന് എന്നെ വല വീശിയാൽ, ഞാൻ അറിയാതെ അങ്ങോട്ടൊന്ന് ചാഞ്ഞു പോയാൽ, അയലക്കംകാരായ നിങ്ങൾ മറ്റൊന്നും എന്നെ കാണരുത്. അത് എന്നിലെ മാണിക്യത്തെ തിരിച്ചറിയാൻ മേലാത്ത സുലുവിൻ്റെ കഴിവ് കേടാട്ട് കേട്ടാ മതി. സങ്കടം കൊണ്ട് പറയാൻ അവള് വിളിച്ചിട്ട് വരത്തില്ല. എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ഒരു കാര്യം ചിരിക്കുന്നു. ഒരു ഭർത്താവിന്റെ ദീനരോധനം കണ്ടിട്ട് ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ആരായാലും ചിരിക്കും.